നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഫ്രണ്ട് പാർട്ടാണ് കട്ട് ചെയ്യുന്നത്. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ബാക്ക് പാർട്ട് ഉണ്ടല്ലോ, ബാക്ക് പാർട്ട് എടുത്ത് ഫ്രണ്ട് പാർട്ടിൻ്റെ പുറത്ത് ഇതുപോലെ കറക്റ്റാണ് വെക്കണം. ഫ്രണ്ട് പാർട്ടിൻ്റെ പുറത്ത് കറക്റ്റ് വെക്കണം. നമ്മൾ ഈ കൈക്കുഴി വരുന്ന ഭാഗം ഉണ്ടല്ലോ, കൈക്കുഴി വരുന്ന ഭാഗത്ത് നമ്മൾ ഫേസ് ചെയ്യത്തക്ക രീതിയിൽ വെച്ച് നമ്മളിതുപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഇതുപോലെ കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെയിം മെത്തേഡിൽ തന്നെ അങ്ങ് വരയ്ക്കണം. ഇതുപോലെ വരയ്ക്കണം. വരയ്ക്കുമ്പോൾ ഈ കഴുത്തകലം ഇതെല്ലാം ഇതിൻ്റെ സെയിം അതുപോലെ വരത്തക്ക രീതിയിൽ കണ്ടു. ഇവിടെ ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴുത്ത് ആദ്യം വെട്ടാത്തത്. മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ലെവൽ കിട്ടുമല്ലോ. അപ്പോൾ വെട്ടാം. എന്നിട്ട് നമ്മളത് 1.5 ഇഞ്ച് കൂടെ എക്സ്ട്രാ ലൈൻ എടുത്തില്ലേ, നമ്മളിത് മുഴുവനും വേണ്ട. നമുക്ക് ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് ഈ സ്കെയിൽ വെച്ച് ഈ വരച്ചില്ലേ, ഈ വര തന്നെ കാണുന്നുണ്ടല്ലോ, ഈ സ്കെയിൽ വെച്ച് വരച്ചിരിക്കുന്നില്ലേ, ഈ വര തന്നെ ഈ വരയുടെ അവിടം വരെ മതി. ഈ സ്കെയിൽ വെച്ച് വെച്ചിരിക്കുന്ന ഈ വരയുടെ അവിടം വരെ മതി. അതുകൊണ്ട് ഇവിടെ നമ്മൾ നോച്ചസ് ഇട്ടില്ലേ, ഈ നോച്ചസിൻ്റെ ഭാഗം കണ്ടോ, ഇവിടം വരെ മതി നമുക്ക്. ഇതിന് എക്സ്ട്രാ എടുത്ത ഈ തുണി നമുക്ക് ഫ്രണ്ട് പാർട്ടിന് ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായി ഇങ്ങനെ വരച്ചു. കൈക്കുഴിയുടെ അവിടെയും നമ്മളിതുപോലെ കറക്റ്റായി ഇതുപോലെ വരയ്ക്കണം. എന്നിട്ട് നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗത്ത് 1/2 ഇഞ്ച് നമ്മൾ കൂടുതലെടുക്കും. 1/2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൂടുതലെടുക്കും. ഇവിടെ ഈ നോച്ചസിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു വര കൊടുക്കുന്നു. നമ്മളിവിടെ 1/2 ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുന്നു. നമ്മൾ ബാക്ക് പീസ് കറക്റ്റായി ഇതുപോലെ വെച്ച് നമ്മൾ എല്ലായിടവും മാർക്ക് ചെയ്ത് അതുപോലെ മാർക്ക് ചെയ്തെടുത്ത് ഈ സൈഡ് കൈക്കുഴി വരുന്ന ഭാഗത്ത് 1/2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് നമുക്ക് ഈ പീസിനെ അങ്ങ് മാറ്റാം. ഈ പീസ് അങ്ങ് മാറ്റിയിട്ട് നമ്മൾ കഴുത്തിന് വെട്ടിയൊന്ന് മാറ്റാം. ഓക്കെ, കഴുത്ത് വെട്ടി അതങ്ങ് മാറ്റി വെച്ചു. ഇനി ഫ്രണ്ട് പീസിൽ നമ്മളിതെല്ലാം മാർക്ക് ചെയ്തല്ലോ, കഴുത്തകലൊക്കെ വേണ്ടി ഇവിടെ മാർക്ക് ചെയ്തല്ലേ, 1.5 ഇഞ്ച് ഇവിടെ കഴുത്തകലൊക്കെ മാർക്ക് ചെയ്തു. നമുക്ക് ഫ്രണ്ട് നെക്ക് വന്ന് 7 ഇഞ്ച് എടുക്കാം. ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം കഴുത്തിറക്കം വന്ന് 7 ഇഞ്ച്. ഇവിടെ നമ്മൾ 3.5 ഇഞ്ചല്ലേ കഴുത്തകലം വന്നത്, അതേ 3.5 ഇഞ്ച് നമുക്ക് ഇവിടെയും കഴുത്തകലം താഴെയും 3.5 ഇഞ്ച് എടുക്കാം. ഇവിടെ 3.5, അതേ 3.5 ഇവിടെയും മാർക്ക് ചെയ്ത് എന്നിട്ട് നമ്മളൊരു ബോക്സായിട്ട് വരച്ചു. ഈ ബോക്സായിട്ട് വരച്ചില്ലേ നമുക്ക് ഒരു W ഷേപ്പ് മോഡലിലാണ് ഞാനിത് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു 4 ഇഞ്ച് മേളിൽ നിന്ന് 4 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു. മേളിൽ നിന്ന് നമ്മൾ 4 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് നമ്മളിങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്യും. ഓക്കെ, 4 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി മാർക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ഇങ്ങനെ ഒരു വര വരച്ചു. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ D പോലെ സ്ട്രെയിറ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. കണ്ടോ, ഈ നെക്കാണ് ഞാനിതിൽ കൊണ്ടുവരുന്നത്. നമ്മൾ 6.5 ഇഞ്ചാണ്, അതിലൊരു 4 ഇഞ്ച് എടുത്തിട്ട് 1/2 ഇഞ്ച് പുറത്തോട്ട് മാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നീളത്തിന് ഇങ്ങനെ വരച്ചിട്ട് ഇവിടെ നിന്ന് താഴോട്ട് വരച്ച് നമ്മൾ 6.5 ഇഞ്ച് വരും. ഇനി ചെയ്യുന്നത് നമ്മൾ തന്നെ ഇവിടെ കറക്റ്റ് ഇങ്ങനെ ബാക്കിനൊക്കെ ഇതുപോലെ വച്ചല്ലോ, അവിടെ നമ്മൾ 1/2 ഇഞ്ച് 1/4 ഇഞ്ച് നമ്മൾ അകത്തോട്ട് വരയ്ക്കണം. 1/4 ഇഞ്ച് നമ്മൾ അകത്തോട്ട് വരയ്ക്കണം. ഈ 1/4 ഇഞ്ച് അകത്തോട്ട് വരച്ചെടുത്താണ് ഇത് ടച്ച് ചെയ്യുക കേട്ടോ. ഈ ലൈന് കഴുത്തിൻ്റെ നമ്മൾ വരച്ചില്ലേ, അത് ഈ 1/4 ഇഞ്ച് വരച്ചെടുത്താണ് നമ്മൾ ടച്ച് ചെയ്യാനായിട്ട്. ഓക്കെ, 1/4 ഇഞ്ച് പുറത്തോട്ടല്ല അകത്തോട്ടാണ്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് അകത്തോട്ടെടുത്തു, ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് പുറത്തോട്ടെടുത്തു. ഇനി നമുക്ക് ഡോട്ട് ലൈൻ മാർക്ക് ചെയ്യാം. ഡോട്ട് ലൈന് ഈ 40 ഇഞ്ചല്ലേ, 11 ഇഞ്ചാണ് അവരുടെ ഡോട്ട് ലൈന്. അതിൻ്റെ കൂടെ നമ്മൾ 3 ഇഞ്ച് കൂട്ടി 14 ഇഞ്ച് നമ്മൾ ഡോട്ടിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, 14 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇനി ഡോട്ടിൻ്റെ ഈ സെൻറ്റർ പിടിക്കണമല്ലോ, സെൻറ്റർ പിടിക്കാനായിട്ട് നമ്മൾ ഇവിടുത്തെ വീതി നോക്കണമല്ലോ. ഇവിടുത്തെ വീതി നോക്കാനായിട്ട് നമുക്ക് എത്ര വേണം, 4.5 ഇഞ്ച് എടുക്കാം. 4.5 ഇഞ്ച് നമ്മൾ വീതി എടുക്കാം. അതായത് ഇപ്പോൾ 40 ഇഞ്ച് ചെസ്റ്റിനാണെങ്കിൽ 4 ഇഞ്ച്, 1/2 ഇഞ്ച് കൂടിയിട്ട് 4 ഇഞ്ച് എടുക്കാം. അങ്ങനെ ഒരു മെത്തേഡ് എടുക്കാം. നമുക്ക് സാധാ ബ്ലൗസ് ആണെങ്കിൽ നമ്മൾ കഴുത്തകലവും ഷോൾഡറിൻ്റെ പകുതിയും കൂടെ ചേർത്തെടുക്കും. ഇത് ഹൈനെക്ക് ബ്ലൗസിന് നമുക്കിത് വീതിക്കല്ലേ വരുന്നത്, വീതിക്ക് വരുന്നത് കൊണ്ട് അത് കണക്കാക്കുന്നില്ല ഞാൻ. ഇവിടെ നമ്മളിപ്പോൾ സാധാ ബ്ലൗസ് വെട്ടുന്നെങ്കിൽ എത്ര, 3 ഇഞ്ച്. ഷോൾഡർ 6 ഇഞ്ചായിരിക്കും നമ്മൾ ഷോൾഡർ എടുക്കുന്നത്. അപ്പോൾ 3 ഇഞ്ചും ഷോൾഡറിൻ്റെ പകുതി 6 ഇഞ്ചിൻ്റെ 3 ഇഞ്ച് 1.5, അപ്പോൾ 3 1 4.5 ഇഞ്ച്. അത് സാധാ ബ്ലൗസ് വെട്ടുമ്പോഴത്തേക്കാണ് ആ കണക്ക് നമുക്കറിയാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ എന്തായാലും 4.5 ഇഞ്ച് ഞാനിവിടെ പോയിൻ്റ് മാർക്ക് ചെയ്തു. ഓക്കെ, 4.5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടുന്ന് നേരെ ഇവിടെയും 14 ഇഞ്ച് നമുക്ക് സെൻറ്റർ കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 14 ഇഞ്ച് വേണം അല്ലേ. 14 ഇഞ്ച് നമ്മൾ ഇവിടെ എടുത്ത 14 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. അപ്പോൾ ഇത് കണ്ടോ, നമുക്കൊരു പോയിൻ്റ് കിട്ടിയോ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ പോയിൻ്റ് പിടിക്കാനായിട്ടാണ് നമ്മൾ ഇവിടെ 14 ഇഞ്ച് എടുത്തത്. ഓക്കെ,
ഡോട്ട് ലൈന് നമ്മൾ ഇവിടെയും അളന്നത് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. 14 ഇഞ്ച്, അവിടെ നിന്ന് 4.5 ഇഞ്ച്, അതിൻ്റെ നേരെ നമ്മൾ 14 ഇഞ്ച് മാർക്ക് ചെയ്തപ്പോൾ എന്ത് കിട്ടി? ഒരു പോയിന്റ് കിട്ടി. ഓക്കെ. എന്നിട്ട് നമ്മൾ ഷേപ്പ് കൊടുക്കണമല്ലോ, ബെൽറ്റിൻ്റെ ഷേപ്പ് കൊടുക്കണമല്ലോ. ബ്ലൗസിൻ്റെ ബെൽറ്റിൻ്റെ ഷേപ്പ് കൊടുക്കാനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത് നിന്ന് 2 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്യാം. ഇല്ലയെന്ന് വെച്ചാൽ 1.5 ഇഞ്ച് ആയാലും കുഴപ്പമില്ല. ഞാനിവിടെ 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്, മേളിലോട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 1.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അവരുടെ പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നമ്മൾ എത്ര കിട്ടി? 1.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഇവിടെ ബെൽറ്റിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തില്ലേ, നേരത്തെ എക്സ്ട്രാ വരുന്നത് മാർക്ക് ചെയ്തില്ല ഈ 2 സൈഡും. അവിടം വരെ എത്രയാണെന്ന് നോക്കണം. അതായത് 1.5 ഇഞ്ച്, അവിടം വരെ എത്ര? 4 ഇഞ്ച്. അതേ 4 ഇഞ്ച് തന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെയും എടുക്കുന്നു. അപ്പോൾ ഇവിടെ എടുത്ത് അതേ 4 ഇഞ്ച് തന്നെ നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്യും. ഓക്കെ, 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമ്മൾ ബെൽറ്റിനുള്ള ഷേപ്പ് കൊടുക്കുക. ബ്ലൗസിൻ്റെ ഡോട്ടിനുള്ള ഷേപ്പാണ്. അതായത് നമ്മൾ 1.5 ഇഞ്ച് മേലോട്ട് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നമ്മളിത് ഈ പോയിന്റിലേക്ക് വരയ്ക്കണം. ഈ പോയിന്റിലേക്ക് വരയ്ക്കണം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ്, ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് വരയ്ക്കണം. മനസ്സിലായോ? ബാക്ക് പീസ് വെച്ച് നമ്മൾ ബ്ലൗസിൻ്റെ ലെങ്തൊക്കെ മാർക്ക് ചെയ്തു, എല്ലാം സെയിം മാർക്ക് ചെയ്തു. അതിനുശേഷം 7 ഇഞ്ച് കഴുത്തകലം, 3.5 ഇഞ്ച്, അതേ 3.5 ഇഞ്ച് എടുത്തു, അതേ 3.5 ഇഞ്ച് താഴെ എടുത്ത് ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. അവിടെ നിന്ന് 4 ഇഞ്ച് മാർക്ക് ചെയ്ത് 1/2 ഇഞ്ച് ഇങ്ങനെ വിട്ടിട്ട് ഇവിടെ ഇതുപോലത്തെ ഷേപ്പ് കൊടുത്തു. ഇവിടെ നിന്ന് 4 ഇഞ്ച് അകത്തോട്ട് മാർക്ക് ചെയ്തു. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് എക്സ്ട്രാ പുറത്തോട്ട് മാർക്ക് ചെയ്തു. എന്നിട്ട് ഈ ഡോട്ടിൻ്റെ സെൻറ്റർ പിടിക്കാനായിട്ട് നമുക്ക് 14 ഇഞ്ച് നീളം വേണം അല്ലേ? ഡോട്ടിൻ്റെ സെൻറ്റർ പിടിക്കാനായിട്ട് 14 ഇഞ്ച് നീളം. അപ്പോൾ ഈ സെൻറ്റർ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെയും 14 ഇഞ്ച് നീളം എടുത്തത്. എന്നിട്ട് അവിടെ നിന്ന് 4.5 ഇഞ്ച് വീതി കൊടുത്തിട്ട് നമുക്ക് ആ പോയിന്റ് കിട്ടി അല്ലേ? പോയിന്റ് കിട്ടി. എന്നിട്ട് ഈ 14 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്ന് 1.5 ഇഞ്ച് ഞാൻ മേലോട്ടെടുത്തു. അപ്പോൾ ഇവിടുത്തെ ഗ്യാപ്പ് വന്ന് എനിക്ക് 4 ഇഞ്ച് കിട്ടി. അതേ 4 ഇഞ്ച് ഞാൻ ഈ സൈഡും കൊടുത്തു. ഓക്കെ, അതേ 4 ഇഞ്ച് ഞാൻ ഈ സൈഡും കൊടുത്തു. അപ്പോൾ നമ്മളിനി ഇപ്പം തന്നെ നമുക്ക് ഈ പട്ടയുടെ വീതി നമുക്ക് എത്ര വേണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ 4 ഇഞ്ചല്ലേ എടുത്തത്, 1/2 ഇഞ്ച് തയ്യൽത്തുമ്പും കൂടെ കൂട്ടി നമുക്ക് പട്ട എന്ന് പറയുന്നത് ബെൽറ്റ്, ആ ബെൽറ്റിനുള്ള വീതി വേണ്ടത് 4.5 ഇഞ്ചാണ്. ആ 4.5 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ ബെൽറ്റിൻ്റെ വീതി മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ 4 ഇഞ്ചല്ലേ എടുത്തത്, ഗ്യാപ്പ് വന്നത് നമുക്ക് 4 ഇഞ്ചല്ലേ. ഈ 4 ഇഞ്ചിൻ്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയപ്പോഴാണ് നമുക്ക് 4.5 ഇഞ്ച് ബെൽറ്റ് കിട്ടിയത്. ഓക്കെ, ബെൽറ്റിൻ്റെ വീതി കിട്ടിയത്. മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ നിന്ന് കൈക്കുഴി ഇവിടെയാണ് വന്നത്, അവിടെ നിന്ന് 1/2 ഇഞ്ച് താഴ്ത്തി ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് ഫ്രണ്ട് പാർട്ട്. ഇനി ഇതിന് നമ്മൾ ബ്ലൗസിൽ വെട്ടുന്നത്, ഫ്രണ്ടും ബാക്കും ബ്ലൗസിൽ വെട്ടുന്നത് നമ്മൾ കാണിക്കാം. ഇത് ഗോൾഡൻ കളറ് പോളിക്കോട്ടൺ മെറ്റീരിയലായിട്ട്, ഇത് പോളിക്കോട്ടൺ ബ്ലൗസാണ്. ഇതിലാദ്യം നമ്മൾ ബാക്ക് പീസ് ഇങ്ങനെ കറക്റ്റായി വയ്ക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസ്. ഓക്കെ, അങ്ങനെ താഴോട്ട് നമുക്ക് കൈക്കും കിട്ടും. ഫ്രണ്ട് ബാക്ക്. നമ്മൾ ലൈനിങ്ങിൽ ബ്ലൗസ് വെട്ടുമ്പോൾ ലൈനിങ് ആണ് നമ്മൾ കറക്റ്റ് അളവിന് വെട്ടുന്നത്. നല്ല പീസ് കുറച്ച് എക്സ്ട്രാ ഇട്ടാണ് നമ്മൾ വെട്ടുന്നത്. ഫ്രണ്ട് പീസ് റെഡി. താങ്ക് യു. അടുത്ത സ്ലീവിൽ കാണാം.